ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാനാണ് കേട്ടോ. 11th സ്റ്റാൻഡേർഡിലെ സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ഇത് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഇതിനകത്ത് 3 ചാപ്റ്റേഴ്സ് ആണുള്ളത്. മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്, അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്, സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ്. ഇങ്ങനെ 3 ചാപ്റ്റർ ആണുള്ളത്. ജസ്റ്റ് നമുക്ക് ഇതിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടൊന്ന് നോക്കാം. ഓക്കെ, നമ്മൾ ഒരു ലിവിങ് ഓർഗാനിസത്തിനെ പലതരത്തിലുള്ള ലിവിങ് ഓർഗാനിസം എർത്തിലുണ്ട് അല്ലെ. അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ കാണുന്നതിന്റെ ബേസിൽ അല്ലെങ്കിൽ ഒബ്സർവേഷന്റെ ബേസിലാണ് നമ്മൾ അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതായത് നമ്മൾ നേക്കഡ് ഐ കൊണ്ടും മാഗ്നിഫയിങ് ലെൻസസും മൈക്രോസ്കോപ്പും ഒക്കെ വെച്ച് ഒബ്സർവ് ചെയ്ത് അങ്ങനെയാണ് അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഡിസ്ക്രിപ്ഷനിൽ മെയിൻലി ഗ്രോസ് സ്ട്രക്ചറൽ ഫീച്ചേഴ്സും എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സും ഒക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കുറച്ചും കൂടെ ഡെവലപ്മെന്റ് വന്നോട് കൂടിയിട്ട് നമ്മൾ ഒബ്സർവബിൾ ആൻഡ് പെർസീവബിൾ ലിവിംഗ് ഫിനോമിന കൂടി അതിനകത്ത് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി ഡിസ്ക്രിപ്ഷനിൽ. അതായത് നമുക്ക് കാണാൻ കഴിയുന്ന കൃത്യമായ ലിവിംഗ് ഫിനോമിനാസ്, ലിവിംഗ് ആക്ടിവിറ്റീസും കൂടെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ തുടങ്ങി. ഈ എക്സ്പെരിമെന്റൽ ബയോളജിയും അതുപോലെ തന്നെ ഫിസിയോളജിയൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് ഈ ബയോളജി എന്ന് പറയുന്ന വെറും നാച്ചുറൽ ഹിസ്റ്ററി ആയിട്ടാണ് ഫോളോ ചെയ്തിരുന്നത്. അതായത് വളരെ ചെറിയ രീതിയിലായിരുന്നു അത് ഡിസ്ക്രൈബ് ചെയ്തിരുന്നത്. അതായത് ഒബ്സർവബിൾ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ച് മാത്രമായിരുന്നു അതിനെ ഡിസ്ക്രൈബ് ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് ജസ്റ്റ് നാച്ചുറൽ ഹിസ്റ്ററി ആയിട്ട് ഇത് കുറേ കാലം അങ്ങനെ നിലനിൽക്കാൻ കാരണം. ഓക്കെ, ഇനി നമ്മളൊരു ഓർഗാനിസത്തിനെ ക്ലിയർ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റിയലി അമേസിംഗ് ടു ഗെറ്റ് ദ ഡീറ്റെയിൽസ് ഓഫ് ഇറ്റ്. ഓക്കെ, അതായത് നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്, അതിന്റെ എല്ലാ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സും അറിയാന്ന് പറയുന്ന അമേസിംഗ് തന്നെയാണ്. പക്ഷേ ഒരു സ്റ്റുഡന്റ് എന്ന നിലയിൽ നമുക്ക് ചിലപ്പോൾ ബോറടിക്കാമെങ്കിലും നമ്മൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ അത് എന്തിന് യൂസ്ഫുൾ ആണെന്നറിയോ? നമ്മൾ ബയോളജിയിലെ വളരെ കോംപ്ലക്സിറ്റി കൂടിയ പ്രോസസ്സ് വളരെ ഫണ്ടമെന്റൽ ആയിട്ട് വളരെ ബേസിക് കോൺസ്റ്റിറ്റ്യൂവന്റ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും എന്നുള്ളത് ഒരു ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷന്റെ അഡ്വാൻറ്റേജ് ആണ്. അതുകൊണ്ട് തന്നെ സയന്റിസ്റ്റ് ഈ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷനാണ് എപ്പോഴും ഫോളോ ചെയ്ത് വരുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ വന്നതോടുകൂടി നമുക്ക് റിസർച്ച് ഏരിയാസിലൊക്കെ ആണെങ്കിലും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാൻ പറ്റി, ഫിസിയോളജിയിലും എവല്യൂഷണറി ബയോളജിയിലും ഒക്കെ. അതായത് റിസർച്ചിന് വേണ്ടിയിട്ട് പുതിയ പുതിയ സബ്ജക്റ്റ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റി ഈ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷനോട് കൂടി. നമുക്കിവിടെ പഠിക്കാനുള്ള ചാപ്റ്റേഴ്സിൽ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആണ്. ഈ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഓഫ് പ്ലാന്റ്സിൽ നമ്മൾ ഫിസിയോളജിക്കൽ ആൻഡ് ബിഹേവിയറൽ ഫിനോമിനയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ പ്ലാന്റ്സിന്റെ കേസിലാണെങ്കിൽ ഇത് കുറച്ച് ഈസി ആവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മോർഫോളജിക്കൽ ആൻഡ് അനാട്ടമിക്കൽ ഫീച്ചേഴ്സ് സെപ്പറേറ്റ്ലി രണ്ട് ചാപ്റ്റർ ആയിട്ട് തന്നെയാണ് കൊടുത്തേക്കുന്നത് പ്ലാന്റ്സിൽ. അതുപോലെ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ് സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇതിന് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണ് കാതറിൻ ഈസോ എന്ന സയന്റിസ്റ്റ്. അദ്ദേഹം ദിസ് സയന്റിസ്റ്റ് ഷീ ടുക്ക് ബർത്ത് ഇൻ 1898 1898 ഒരു യൂറോപ്യൻ രാജ്യമായ ഉക്രൈൻ എന്ന സ്ഥലത്താണ് കാതറിൻ ഈസോ എന്ന സയന്റിസ്റ്റ് ജനിച്ചത്. ഷീ സ്റ്റഡീഡ് അഗ്രികൾച്ചർ. അവർ അഗ്രികൾച്ചറാണ് പഠിച്ചത്. റഷ്യയിലും ജർമ്മനിയിലുമായിട്ടാണ് അഗ്രികൾച്ചർ പഠിച്ചത്. 1931 യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്ന് അവർക്ക് ഡോക്ടറേറ്റും കിട്ടി. ഓക്കെ, അതേപോലെ അവരുടെ ഏർലി പബ്ലിക്കേഷൻസിൽ ആദ്യം പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവരുടെ കുറച്ച് പബ്ലിക്കേഷൻസിൽ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. ദ കേർലി ടോപ്പ് വൈറസ് സ്പ്രെഡ് ത്രൂ എ പ്ലാന്റ് വയ ദ ഫുഡ് കണ്ടക്ടിങ് ഓർ ഫ്ലോയം ടിഷ്യൂ. അതായത് ഫ്ലോയം ടിഷ്യൂ കൂടെ അല്ലെങ്കിൽ ഫുഡ് കണ്ടക്ടിങ് ടിഷ്യൂ കൂടെയാണ് കേർലി ടോപ്പ് വൈറസ് സ്പ്രെഡ് ആകുന്ന പ്ലാന്റ്സിൽ നിന്ന് അവർ കണ്ടുപിടിച്ചു. അതേപോലെ തന്നെ ഡോക്ടർ ഈസോന്റെ പ്ലാന്റ് അനാട്ടമി 1954 പബ്ലിഷ് ചെയ്തു. ഈ പ്ലാന്റ് അനാട്ടമി പബ്ലിഷ് ചെയ്തോട് കൂടിയിട്ട് ഒരു ഡൈനാമിക് ഡെവലപ്മെന്റ് തന്നെ ഉണ്ടായി. പ്ലാന്റിന്റെ സ്ട്രക്ചർ അറിയാനും അതേപോലെ തന്നെ അത് മനസ്സിലാക്കാനും ഉള്ള ഒരു ത്വര 1954 ഈ പ്ലാന്റ് അനാട്ടമി പബ്ലിഷ് ചെയ്തോടെ ഉണ്ടായി. അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞിട്ട് ഇവർ പബ്ലിഷ് ചെയ്ത നെക്സ്റ്റ് ബുക്കാണ് അനാട്ടമി ഓഫ് സീഡ് പ്ലാന്റ്സ്. അതും കാതറിൻ ഈസോന്റെയാണ്. 1960 അത് പബ്ലിഷ് ചെയ്തത്. ഓക്കെ, 1960 പബ്ലിഷ് ചെയ്ത ഈ ബുക്ക് വെബ്സ്റ്റേഴ്സ് ഓഫ് പ്ലാന്റ് ബയോളജി എന്നാണ് അറിയപ്പെടുന്നത്. അതായത് പ്ലാന്റ് ബയോളജിയുടെ ഡിക്ഷണറി എന്നാണ് അറിയപ്പെടുന്നത്. അതൊരു എൻസൈക്ലോപീഡിയ തന്നെയാണ്. കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഉൾക്കൊള്ളിച്ച രീതിയിൽ തന്നെയാണ് ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഈ പറയുന്ന ബുക്കിൽ. 1957 ആക്ച്വലി ഷി വാസ് ഇലക്റ്റഡ് ടു നാഷണൽ അക്കാഡമി ഓഫ് സയൻസ്. നാഷണൽ അക്കാഡമി ഓഫ് സയൻസിലേക്ക് എലക്ട് ചെയ്യപ്പെട്ടു. അതൊരു അവാർഡ് തന്നെയായിരുന്നു. അത് 6th വുമൻ ടു റിസീവ് ദാറ്റ് ഹോണർ. ഓക്കെ, ഇങ്ങനെ ഒരു പൊസിഷൻ 6ാമത്തെ ലേഡിക്ക് കിട്ടുന്നത് ഈ പറയുന്ന കാതറിൻ ഈസോ എന്ന സയന്റിസ്റ്റിനാണ്. ഇതിനെ കൂടാതെ
ഈ prestigious award-നെ കൂടാതെ she received the National Medal of Science from President George Bush in 1989. 1989 ജോർജ് ബുഷിന്റെ അടുത്തുനിന്ന് നാഷണൽ മെഡൽ ഓഫ് സയൻസ് റിസീവ് ചെയ്തു. ഓക്കെ, കാതറിൻ 1997 she died in 1997. 1997, after 99 years of her life, she passed away in 1997. കാതറിൻ മരിക്കുന്ന സമയത്ത് പീറ്റർ റാവൻ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം അനാട്ടമി ആൻഡ് മോർഫോളജി ഡയറക്ടർ ആയിരുന്നു മിസോറി ബൊട്ടാണിക്കൽ ഗാർഡനിലെ അനാട്ടമി ആൻഡ് മോർഫോളജിയുടെ ഡയറക്ടർ ആയിട്ടുള്ള പീറ്റർ റാവൻ സ്മരിച്ച ഒരു കാര്യമാണ്, ഷി വാസ് അബ്സല്യൂട്ട്ലി ഡോമിനേറ്റ് ദ ഫീൽഡ് ഓഫ് പ്ലാന്റ് ബയോളജി ഈവൻ അറ്റ് ദ ഏജ് ഓഫ് 99. ഈ കാതറിൻ ഈസോന്റെ 99കളിലും ഈ പ്ലാന്റ് ബയോളജിയിൽ അബ്സല്യൂട്ട്ലി ഷീ കുഡ് ഡോമിനേറ്റ് എന്ന് അദ്ദേഹം വെളിപ്പെടുത്തി. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഇൻട്രോഡക്ഷൻ പാർട്ടായിട്ടുള്ളത്. നമുക്ക് ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. The description of the diverse form of life on Earth was made only by observation through naked eyes or later through magnifying lenses and microscopes. This description is mainly of gross structural features, both external and internal. In addition, observable and perceivable living phenomena were also recorded as part of this description. Before experimental biology, or more specifically physiology, was established as a part of biology, naturalists described only biology. Hence, biology remained as a natural history for a long time. The description by itself was amazing in terms of detail. While the initial reaction of a student could be boredom, one should keep in mind that the detailed description was utilized in the later day reductionist biology, where living process drew more attention from scientists than the description of life forms and their structure. Hence, this description became meaningful and helpful in framing research questions in physiology or evolutionary biology. In the following chapters of this unit, the structural organization of plants and animals, including the structural basis of physiological or behavioral phenomena, is described. For convenience, this description of morphological and anatomical features is presented separately for plants and animals. Catherine Izzo was born in Ukraine in 1898. She studied agriculture in Russia and Germany and received her doctorate in 1931 in United States. She reported in her early publications that the curly top virus spread through a plant via the food-conducting or phloem tissue. Dr. Izzo's plant anatomy, published in 1954, took a dynamic developmental approach designed to enhance one's understanding of plant structure and an enormous impact worldwide, literally bringing out a revival of the discipline. The Anatomy of Seed Plants by Catherine Izzo was published in 1960. It was referred to as Webster's of Plant Biology. It is encyclopedic. In 1957, she was elected to the National Academy of Sciences, becoming the 6th woman to receive that honor. In addition to this prestigious award, she received the National Medal of Science from President George Bush in 1989. When Catherine Izzo died in the year 1997, Peter Raven, Director of Anatomy and Morphology, Missouri Botanical Garden, remembered that she absolutely dominated the field of plant biology even at the age of 99. ഇതിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ചാപ്റ്റർ 5 മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. കേട്ടോ, അതായത് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് എന്ന് പറയുന്ന യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ. അതായത് ഇവിടെ നമുക്ക് ചാപ്റ്റർ 5 മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് റൂട്ട്, സ്റ്റെം, ലീഫ്, ഇൻഫ്ലോറസൻസ് എന്ന് പറഞ്ഞാൽ പൂക്കുലകൾ, അതുപോലെ ഫ്ലവർ, ഫ്രൂട്ട്, സീഡ്, സെമി ടെക്നിക്കൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് എ ടിപ്പിക്കൽ ഫ്ലവറിംഗ് പ്ലാന്റ്, ഡിസ്ക്രിപ്ഷൻ ഓഫ് സം ഇമ്പോർട്ടൻറ്റ് ഫാമിലീസ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ, സോ ഹിയർ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ദേ ഹാവ് ഗിവൻ വൺ ഇൻട്രൊഡക്ഷൻ, എന്നിട്ടാണ് ഓരോ റൂട്ട്, സ്റ്റെം, ലീഫ് അതൊക്കെ കൊടുത്തിട്ടുള്ളത്. കേട്ടോ, അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം. നമുക്കറിയാം എ വൈഡ് റേഞ്ച് ഇൻ സ്ട്രക്ചർ ഓഫ് ഹയർ പ്ലാന്റ്സ് ആർ ദെയർ അല്ലേ. അത് എന്താ പറയുക, ഈ വൈഡ് റേഞ്ച് ഓഫ് സ്ട്രക്ചർ ഇൻ ദ ഹയർ പ്ലാന്റ്സ് നമ്മൾ എപ്പോഴും അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയായിരിക്കും. ദേ നെവർ ഫെയിൽ ടു ഫാസിനേറ്റ് അസ്. ഫാസിനേറ്റ് മീൻസ് ആകർഷിക്കുക. ദെൻ
ആൻജിയോസ്പോംസ് ഒക്കെ ഇങ്ങനെ ലാർജ് ഡൈവേഴ്സിറ്റി കാണിക്കുന്നുണ്ടെങ്കിലും എക്സ്റ്റേണൽ സ്ട്രക്ചറിലും മോർഫോളജിയിലും ഒക്കെ അവർ ഒരുപാട് ഡൈവേഴ്സിറ്റി കാണിക്കുന്നുണ്ടെങ്കിലും ഇവരെല്ലാം ക്യാരക്ടറൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇവരിലെല്ലാം നമുക്ക് റൂട്ടും സ്റ്റെമ്മും ലീഫും ഫ്ലവേഴ്സും ഫ്രൂട്ട്സും ഒക്കെ കാണാൻ കഴിയും കേട്ടോ. ഇനി ചാപ്റ്റർ 2ലും 3ലും നമ്മൾ പറഞ്ഞു അബൌട്ട് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് ബേസ്ഡ് ഓൺ ദ മോർഫോളജിക്കൽ ആൻഡ് അതർ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്, റൈറ്റ്? അപ്പോൾ നമ്മൾ ഈ മോർഫോളജിയും അതർ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സും വെച്ച് എങ്ങനെയാണ് പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നതെന്ന് ചാപ്റ്റർ 2ലും 3ലും നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, ഈ സക്സസ്ഫുൾ അറ്റംപ്റ്റ് ഓഫ് ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് പ്രോപ്പർ ആയിട്ട് ഒരു ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അത് പ്ലാന്റ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് ഓർഗാനിസം ആയിക്കോട്ടെ അതിന് പ്രോപ്പറായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും വേറൊരാളെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും നമുക്ക് കുറേ സ്റ്റാൻഡേർഡ് ടെക്നിക്കൽ ടേംസും സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻസും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മേജറായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണേ കേട്ടോ. അതേപോലെ തന്നെ വി ഷുഡ് നോ അബൌട്ട് ദ പോസിബിൾ വേരിയേഷൻ, അതായത് ഈ ഓരോ പാർട്ടിലും, അതായത് റൂട്ടിലും സ്റ്റെമ്മിലും ലീഫിലും ഇൻഫ്ലോറസൻസിലും ഒക്കെ നടക്കുന്ന ചില വേരിയേഷൻസ് ദാറ്റ് ഈസ് ഡ്യൂ ടു ദ എൻവറോൺമെന്റൽ കണ്ടീഷൻ അനുസരിച്ച് ഉണ്ടാകുന്ന വേരിയേഷൻസ്. ഇതിനു വേണ്ടിയിട്ട് ആ പർട്ടിക്കുലർ എൻവറോൺമെന്റിൽ അഡാപ്റ്റ് ചെയ്ത് ജീവിക്കാൻ വേണ്ടിയിട്ട് പ്ലാന്റ്സിന് ഉണ്ടാകുന്ന മോഡിഫിക്കേഷൻസ്, അതായത് അഡാപ്റ്റേഷൻസ് ടു വേരിയസ് ഹാബിറ്റാറ്റ് ഫോർ പ്രൊട്ടക്ഷൻ ആവാം, ക്ലൈംബിങ്ങിന് വേണ്ടിയിട്ടാവാം, സ്റ്റോറേജിന് വേണ്ടിയിട്ടാവാം. ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ അതിന്റെ മോഡിഫിക്കേഷൻസ് ഫോർ ദ അഡാപ്റ്റേഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഒരു ചെടി പറിച്ചു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് റൂട്ട് ഉണ്ടാവും, സ്റ്റെം ഉണ്ടാവും, ലീഫ് ഉണ്ടാവും, അതിൽ ഫ്ലവേഴ്സ് ഉണ്ടാവാം, അതേപോലെ തന്നെ ഫ്രൂട്ട്സും ഉണ്ടാവാം. അണ്ടർഗ്രൗണ്ട് പാർട്ട് ഓഫ് ദ ഫ്ലവറിംഗ് പ്ലാന്റ് എന്ന് പറയുന്നത് റൂട്ട് സിസ്റ്റം ആണ്, അതായത് ആ മണ്ണിന് താഴേക്ക് കാണുന്ന റൂട്ട് സിസ്റ്റം എന്നും അതേപോലെ ദ പോർഷൻ എബവ് ദ ഗ്രൗണ്ട് ദാറ്റ് ഈസ് ഷൂട്ട് സിസ്റ്റം എന്നുമാണ് സാധാരണ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് 1 by 1 പാർട്ടായിട്ട് നോക്കാം. ഫസ്റ്റ് പാർട്ട് ഈസ് റൂട്ട്. മെജോറിറ്റി ഓഫ് ഡൈക്കോട്ടിലിഡിനസ് പ്ലാന്റ്സിൽ ഡയറക്റ്റ് എലോങ്ങേഷൻ ഓഫ് ദ റാഡിക്കിൾ അതാണ് പ്രൈമറി റൂട്ടായിട്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, അതായത് ഡൈക്കോട്ടിലിഡിനസ് പ്ലാന്റ്സിന്റെ കേസിൽ റൂട്ട് ഡയറക്റ്റ് റാഡിക്കിളിന്റെ ഉള്ളിൽ നിന്ന് എലോങ്ങേറ്റ് ചെയ്യുക. എന്നിട്ട് അത് സോയിലിന്റെ ഉള്ളിലേക്ക് വളരുകയും അവിടെ നിന്ന് ലാറ്ററൽ റൂട്ട്സ്, സെവറൽ ഓർഡേഴ്സിലെ ലാറ്ററൽ റൂട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. പ്രൈമറി റൂട്ടിൽ ഫസ്റ്റ് ഉണ്ടാവുന്ന റൂട്ടിനെ സെക്കൻഡറി എന്നും പിന്നെ സെക്കൻഡറി റൂട്ടിൽ ഉണ്ടാകുന്ന റൂട്ടിനെ ടെറിഷറി എന്നൊക്കെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഈ പ്രൈമറി റൂട്ടും അതിന്റെ ബ്രാഞ്ചസും കൂടി കൂടിയിട്ടാണ് നമ്മൾ എന്ത് പറയാ, ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് റെപ്രസെന്റ് ചെയ്യുക. ഞാൻ കാണിച്ചു തരാം. സീ ഹിയർ, ഇതാണ് ഇതിന്റെ പ്രൈമറി റൂട്ട് എന്ന് പറയുന്നത്. ഈ പ്രൈമറി റൂട്ടിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് ലാറ്ററൽ റൂട്ട്സ് ആണ് ഈ കാണുന്നതെല്ലാം കേട്ടോ. അപ്പൊ അതാ നോക്കിക്കേ, ഇത് അതിന്റെ സെക്കൻഡറി റൂട്ടാ. പ്രൈമറി റൂട്ടിൽ നിന്ന് ഉണ്ടായിട്ടുള്ള സെക്കൻഡറി റൂട്ടാണ് ഈ കാണുന്നത്. ഇത് അതിന്റെ ടെറിഷറി റൂട്ടാ, സെക്കൻഡറി റൂട്ടിൽ ഉണ്ടായിട്ടുള്ള ടെറിഷറി റൂട്ട്. ഇനി ഈ ടെറിഷറി റൂട്ടിൽ നിന്ന് വേറൊരു റൂട്ട് ഉണ്ടായ അത് ക്വാട്ടർണറി റൂട്ട് എന്ന് അറിയപ്പെടും. അപ്പൊ പ്രൈമറി റൂട്ടും സെക്കൻഡറി റൂട്ടും ടെറിഷറി റൂട്ടും എല്ലാം കൂടിയതാണ് ഇതിന്റെ റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിനെല്ലാം കൂടി കൂടിയിട്ട് നമ്മൾ ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് പറയും. ടാപ്പ് റൂട്ട് സിസ്റ്റം അല്ലെങ്കിൽ ടാപ്പ് റൂട്ട് സിസ്റ്റത്തിലെ ലാറ്ററൽ റൂട്ട് എറൈസ് ചെയ്യുന്ന എൻഡോജീനസ്ലി പ്രൊഡ്യൂസ്ഡ് ആണ് കേട്ടോ. എൻഡോജീനസ്ലി പ്രൊഡ്യൂസ്ഡ് ആണ്, അതായത് അതിന്റെ കോർട്ടെക്സിന്റെ ഉള്ളിലിരിക്കുന്ന പെരിസൈക്കിൾ റീജിയനിൽ നിന്നാണ് ഇതിന്റെ എലോങ്ങേഷൻ. നമ്മൾ അനാട്ടമി പറയുമ്പോൾ ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. ലാറ്ററൽ റൂട്ട്സ് ഇറ്റ് ഈസ് എൻഡോജീനസ്ലി പ്രൊഡ്യൂസ്ഡ്. അതിനൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തേക്കുന്ന മസ്റ്റർഡ് പ്ലാന്റ് ആണ് ഇവിടെ കൊടുത്തേക്കുന്ന എക്സാമ്പിൾ കേട്ടോ. പാർട്ട് ഓഫ് എ ഫ്ലവറിംഗ് പ്ലാന്റ്. ഇതൊരു മസ്റ്റർഡ് പ്ലാന്റ് ആണ്. മസ്റ്റർഡ് പ്ലാന്റിന്റെ ഫ്ലവർ ഇതാണ്, ഇത് അതിന്റെ ഫ്രൂട്ട് ആണ്. ദിസ് ഈസ് ദ സ്റ്റെം, ദിസ് ഈസ് ദ ലീഫ് ആൻഡ് ദിസ് ഈസ് എ ബഡ്, ലീഫ് ബഡ്. അതേപോലെ തന്നെ ഇതാണ് അതിന്റെ നോഡൽ റീജിയൻ എന്ന് പറയുന്നത്. നോഡൽ റീജിയൻ ഇതാണ് ഒരു ഇല ഉണ്ടാകുന്നത്. രണ്ട് ഇലകളുടെ ഇടയിലുള്ള ഈ ഒരു ഗ്യാപ്പിന് നമുക്ക് ഇന്റർനോഡൽ റീജിയൻ എന്ന് പറയാം. ഇത് ഇതിന്റെ പ്രൈമറി റൂട്ടാണ്. അതേപോലെ തന്നെ സെക്കൻഡറി റൂട്ട് ഈ കാണുന്നതാണ്, ടെറിഷറി റൂട്ട് ഈ കാണുന്നതാണ്. ഇതിനെല്ലാം കൂടി കൂടിയിട്ട് നമ്മൾ റൂട്ട് സിസ്റ്റം എന്ന് പറയും. ഓക്കെ, ഇനി മോണോകോട്ടിലിഡിനസ് പ്ലാന്റ്സിന്റെ കേസിലാണെങ്കിൽ പ്രൈമറി റൂട്ട് ഷോർട്ട് ലീവ്ഡ് ആണ്. മോണോകോട്ടിലിഡിനസ് പ്ലാന്റ്സിന്റെ കേസിൽ പ്രൈമറി റൂട്ട് വന്നിട്ട് ഷോർട്ട് ലീവ്ഡ് ആണ്. അവർ കുറച്ചു കാലേ ജീവിച്ചിരിക്കുള്ളൂ. അത് റീപ്ലേസ് ചെയ്തിട്ട് എ ലാർജ് നമ്പർ ഓഫ് റൂട്ട് പിന്നീട് ഉണ്ടാവും. ആ റൂട്ട് ചത്തുപോവുകയും ചെയ്യും. ഫസ്റ്റ് ഒരു റൂട്ട് ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ആദ്യം തന്നെ റാഡിക്കലിൽ നിന്ന് എറൈസ് ചെയ്യുന്ന ഒരു റൂട്ടാണ് പ്രൈമറി റൂട്ട് എന്ന് പറയുന്നത്. അത് കുറച്ച് കഴിയുമ്പോൾ എന്താവും, അത് ഡീജനറേറ്റ് ചെയ്ത് പോകും. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ, ദേ വിൽ സ്റ്റാർട്ട് പ്രൊഡ്യൂസിങ് ദ
fibrous type of root from the base of the stem. ആ സ്റ്റെമ്മിന്റെ ബേസിൽ നിന്ന്, റാഡിക്കിളിൽ നിന്നല്ല സ്റ്റെമ്മിന്റെ ബേസിൽ നിന്ന് കുറേ റൂട്ട്സ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അതിനെയാണ് നമ്മൾ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം മോണോകോട്ടിലിഡിനസ് പ്ലാന്റ്സിലാണ് കാണുന്നത്, വീറ്റ് പോലത്തെയുള്ള മോണോകോട്ടിലിഡിനസ് പ്ലാന്റ്സിലാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഈ തരത്തിലുള്ള പ്ലാന്റിൽ റാഡിക്കിളിൽ നിന്നുണ്ടാകുന്ന ഫസ്റ്റ് റൂട്ട് എവിടെ കാണില്ല, മെച്ചുർ ആയി കഴിയുമ്പോൾ കാണില്ല. കാരണം റാഡിക്കിളിൽ നിന്നുണ്ടാകുന്ന ഫസ്റ്റ് റൂട്ട് ഡീജനറേറ്റ് ചെയ്തു പോയി ആ ഷൂട്ടിന്റെ ബേസൽ റീജിയനിൽ നിന്ന് കുറേ റൂട്ട്സ് ഫൈബർ പോലെ റൈസ് ചെയ്യും. അതിനെയാണ് നമ്മൾ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. മോണോകോട്ടിലിഡിനസ് പ്ലാന്റ്സ് ലൈക്ക് വീറ്റിലൊക്കെയാണ് അത് കാണുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഗ്രാസിൽ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി ഈ ചില പ്ലാന്റ്സ് ലൈക്ക് ഗ്രാസ്, മോൺസ്റ്ററ ആൻഡ് ദ ബനിയൻ ട്രീ റൂട്ട് അറൈസ് ഫ്രം other part of the plant other than the radicle. റാഡിക്കിളിൽ നിന്നല്ലാതെ റൂട്ട് അറൈസ് ചെയ്യുന്ന ചില പ്ലാന്റ്സ് ഉണ്ട്. അതായത് ഗ്രാസിന്റെ കേസിൽ റൂട്ട് അറൈസ് ചെയ്യുന്ന ഏത് ഭാഗത്തുനിന്നാ, നോഡൽ റീജിയനിൽ നിന്നാണ് റൂട്ട് അറൈസ് ചെയ്യുന്നത് അല്ലെ. നമുക്കറിയാം ഗ്രാസ് ഇങ്ങനെ പടർന്നു കിടക്കുന്ന പുല്ലിന്റെ ഓരോ ഇലയും ഉണ്ടാവുന്ന ആ ഭാഗത്തുനിന്ന് അവിടുന്ന് വേരും ഉണ്ടാവുന്ന നമുക്ക് കാണാം അല്ലെ. അതാണ് ആ നോഡൽ റീജിയനിൽ നിന്ന് റൂട്ട് അറൈസ് ചെയ്യാന്ന് പറയുന്നത്. അതേപോലെ മോൺസ്റ്ററിൽ നിന്നും അങ്ങനെ തന്നെയാണ്. അതേപോലെ തന്നെ ബനിയൻ ട്രീ നമുക്കറിയാം ബ്രാഞ്ചസിൽ നിന്നാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, റൂട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെ. ബനിയൻ ട്രീയിൽ ബ്രാഞ്ചസിൽ നിന്ന് റൂട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എക്സ്ട്രാ സപ്പോർട്ടിന് വേണ്ടിയിട്ട്. ഗ്രാസിലും മോൺസ്റ്ററിലും ഒക്കെ എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് കേട്ടോ. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് അവരിൽ ഈ പറയുന്ന റൂട്ട് നോഡൽ റീജിയനിൽ നിന്ന് അറൈസ് ചെയ്യുന്നത്. മോൺസ്റ്ററ പ്ലാന്റില് അഡ്വന്റേഷ്യസ് റൂട്ട്, അതായത് അതിന്റെ റൂട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ടല്ല കേട്ടോ, അതിന്റെ എന്താണ് പടർന്നു വളരാൻ വേണ്ടിയിട്ടാണ്. അതായത് അതിന്റെ പ്ലാന്റിന്റെ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് അഡ്വന്റേഷ്യസ് റൂട്ട് ഉള്ളത് മോൺസ്റ്ററയില് കേട്ടോ. അഡ്വന്റേഷ്യസ് റൂട്ട് മോൺസ്റ്ററയിലുള്ള അഡ്വാൻസ്ഡ് സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ്, പ്ലാന്റ്സിന് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മോൺസ്റ്ററയില് അഡ്വന്റേഷ്യസ് റൂട്ട് അല്ലെങ്കിൽ അതർ പാർട്ട് ഓഫ് ദ പ്ലാന്റിൽ നിന്ന് റൂട്ട് അറൈസ് ചെയ്യുന്നത്. അതായത് ചില പ്ലാന്റ്സിൽ ലൈക്ക് ഗ്രാസ്, മോൺസ്റ്ററ, ബനിയൻ ട്രീ ഇതിലൊക്കെ റാഡിക്കിളിൽ നല്ലാതെ റൂട്ട് അറൈസ് ചെയ്യുന്ന കാണാം. അതിനെയാണ് നമ്മൾ അഡ്വന്റേഷ്യസ് റൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റാഡിക്കിളിൽ റൈസ് ചെയ്യുന്ന റൂട്ടിനെ നമ്മൾ ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് പറയും. റാഡിക്കിളിൽ നിന്ന് അല്ലാതെ റൈസ് ചെയ്യുന്നതിന് അഡ്വന്റേഷ്യസ് റൂട്ട് സിസ്റ്റം എന്ന് പറയും. റാഡിക്കിളിൽ നിന്ന് റൈസ് ചെയ്യുന്ന മോണോകോട്ടിലിഡിനസ് പ്ലാന്റ്സിലെ റൂട്ടിന് അത് അധികകാലം നിലനിൽക്കാതെ സ്റ്റെമ്മിന്റെ ബേസിൽ നിന്ന് വീണ്ടും ചെറിയ ചെറിയ ഫൈബർ പോലത്തെ റൂട്ട് ഉണ്ടാവുന്നതിന് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്ന് പറയും. ശരിക്കും റൂട്ടിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ സോയിൽ, പ്രൊവൈഡിംഗ് എ പ്രോപ്പർ ആങ്കറേജ് ടു ദ പ്ലാന്റ് പാർട്ട്, സ്റ്റോറിംഗ് റിസർവ് ഫുഡ് മെറ്റീരിയൽ ആൻഡ് സിന്തസിസ് ഓഫ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്. ഇത്രയാണ് ഇവരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് വാട്ടറിന്റെ മിനറൽസിന്റെ അബ്സോർപ്ഷൻ, സോയിലിൽ നിന്ന് വാട്ടറിന്റെ മിനറൽസിന്റെ അബ്സോർപ്ഷന് വേണ്ടിയിട്ട്, അതേപോലെ തന്നെ പ്രോപ്പർ ആങ്കറേജ് കൊടുക്കാൻ പ്ലാന്റ്സിനെ അങ്ങനെ സോയിലിൽ നിലനിർത്താൻ വേണ്ടിയിട്ട്, അതേപോലെ റിസർവ് ഫുഡ് മെറ്റീരിയലിന്റെ സ്റ്റോറേജിന് വേണ്ടിയിട്ട്, പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സിന്റെ സിന്തസിസിന് വേണ്ടിയിട്ട്. അപ്പൊ ഇതൊക്കെ ഒരു അഡ്വാൻസ്ഡ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു അഡ്വാൻറ്റേഷ്യസ് റൂട്ടിന്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു മേജർ ഫംഗ്ഷൻ അല്ല, അതിന്റെ ഒരു അഡ്വാൻസ്ഡ് ക്യാരക്ടർ. അഡ്വാൻറ്റേഷ്യസ് റൂട്ട് അല്ല, മേജർ ഫംഗ്ഷൻ അല്ല, അതിന്റെ ഒരു അഡ്വാൻസ്ഡ് ക്യാരക്ടർ ആണെന്ന് നമുക്ക് പറയാം കേട്ടോ. അപ്പൊ നമുക്ക് ഇത്രയും ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. Chapter 5, Morphology of Flowering Plants. The wide range in the structure of higher plants will never fail to fascinate us. Even though the angiosperm shows such a large diversity in external structure or morphology, they are all characterized by presence of root, stem, leaves, flowers and fruits. In Chapter 2 and 3, we talked about the classification of plants based on morphological and other characteristics. For any successful attempt at classification and at understanding any higher plant, or for that matter any living organism, we need to know standard technical terms and standard definitions. We also need to know about the possible variations in different parts found as adaptations of the plant to their environment. Example, adaptations to various habitat for protection, climbing, storage, etc. If you pull out any weed, you will see that all of them have roots, stem and leaves. They may be bearing flowers and fruits. The underground part of the flowering plant is the root system, while the portion above the ground forms the shoot system. First one, the root. In majority of the dicotyledonous plants, the direct elongation of the radicle lead to the formation of primary root, which grows inside the soil. It bears lateral roots of several orders that are referred to as secondary, tertiary, etc. roots. The primary roots and its branches constitute the taproot system.
as seen in the mustard plant 5-2a. This, okay, here ഇതൊരു മസ്റ്റർഡ് പ്ലാന്റിന്റെ ഡയഗ്രാം ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. See here, ഇതാണ് അതിന്റെ റൂട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതാണ് മെയിൻ റൂട്ട്, ഇതിന്റെ ലാറ്ററൽ ബ്രാഞ്ചസ്. ഓക്കെ, then in monocotyledonous plants, the primary root is short-lived and is replaced by a large number of roots. These roots originate from the base of the stem and constitute the fibrous root system, as seen in the wheat plant. In some plants like grasses, monstera and banyan tree, roots arise from parts of the plant other than the radicle and are called as adventitious roots. The main function of the root system are absorption of water and minerals from the soil, providing a proper anchorage to the plant parts, storing reserve food material and synthesis of plant growth regulators. These are the functions of the root. ഇവിടെ കണ്ടോ അഡ്വന്റേഷ്യസ് റൂട്ട് ഉണ്ടായിരിക്കുന്നുണ്ടോ, സ്റ്റെമ്മുമേന്ന് അഡ്വന്റേഷ്യസ് റൂട്ട് ഉണ്ടായിരിക്കുന്നുണ്ടോ. സോ ദിസ് ഈസ് ദ വേ ദ അഡ്വന്റേഷ്യസ് റൂട്ട്സ് വിൽ ബി പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, ഇനി നമ്മൾ വിച്ച് ആർ ദ ഡിഫറെന്റ് റീജിയൻസ് ഓഫ് ദ റൂട്ട് വി വിൽ സി. Okay, the root is covered at the apex by a thimble-like structure called root cap. കണ്ടോ, ഈ ഇവിടെ റൂട്ട് കവർ ചെയ്തിട്ട് ഒരു തിമ്പിൾ ലൈക്ക് റൂട്ട് ക്യാപ്പ് ഉണ്ട്. എന്താ തിമ്പിൾ എന്ന് പറഞ്ഞാല് നമ്മുടെ ഫിംഗറിന്റെ ഒക്കെ ഒറയില്ലേ, അത് ആ ഒരു സ്ട്രക്ചറിനെയാണ് തിമ്പിൾ ലൈക്ക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതായത് ഫിംഗർ ക്യാപ്പ് ഉണ്ടല്ലോ, അതേപോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ട്, അതിനെയാണ് നമ്മൾ റൂട്ട് ക്യാപ്പ് എന്ന് പറയുന്നത്. ഈ റൂട്ട് ക്യാപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്ന വേറൊരു പേരാണ് കാലിപ്ട്ര. ഇത് നോൺ ലിവിംഗ് ആണ് കേട്ടോ. കാലിപ്ട്ര എന്നാണ് ഈ റൂട്ട് ക്യാപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്ന വേറൊരു പേര്. ഓക്കെ, ഇറ്റ് പ്രൊട്ടക്ട് ദ ടെൻഡർ അപ്പെക്സ് ഓഫ് ദ റൂട്ട്. ഇത് വളർന്നുകൊണ്ടിരിക്കുന്ന റൂട്ട് ടിപ്പാണ്. ഈ ഒരു റീജിയൻ എങ്ങനെയാണ്, വളരെ ടെൻഡർ ആയിട്ടുള്ള റീജിയൻ ആണ്. അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റൂട്ട് ക്യാപ്പ് ഉള്ളത്. ഓക്കെ, ഈ റൂട്ട് ക്യാപ്പ് ഈ റൂട്ട് ഇങ്ങനെ താഴത്തേക്ക് വളരുമ്പോൾ അതിനുള്ള റൂട്ട് ഉണ്ടാക്കുന്നത്, അതിനുള്ള വേ ഉണ്ടാക്കുന്നത് ഈ പറയുന്ന റൂട്ട് ക്യാപ്പാണ്. ഇറ്റ് പ്രൊട്ടക്ട് ദ ടെൻഡർ അപ്പെക്സ് ഓഫ് ദ റൂട്ട് ആസ് ഇറ്റ് മേക്ക് ഇറ്റ്സ് വേ ത്രൂ ദ സോയിൽ. ഓക്കെ, അതിന് കുറച്ച് മില്ലിമീറ്റേഴ്സ് മേലെയായിട്ട് നമുക്ക് ഒരു റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി കാണാം. അതായത് റൂട്ട് ക്യാപ്പിന് തൊട്ട് മുകളിലായിട്ട് കാണുന്ന റീജിയനാണ് റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി. റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റിയിലുള്ള സെൽസ് വളരെ ചെറുതായിരിക്കും, തിൻ വോൾഡ് ആയിരിക്കും, ഡെൻസ് പ്രോട്ടോപ്ലാസം ഉള്ളതായിരിക്കും. ഇത് കണ്ടിന്യൂസ്ലി ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സെൽസ് ആണ്. കാരണം എന്താ, ഇവിടെ മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി ഉള്ളതാണ്, വളരെ ചെറിയ സെല്ലാണ്, തിൻ വോൾഡ് ആണ്, ഡെൻസ് പ്രോട്ടോപ്ലാസം ഉള്ളതാണ്, കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതിന് തൊട്ട് മുകളിലുള്ള റീജിയൻ ആണ് റീജിയൻ ഓഫ് എലോങ്ങേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു റീജിയൻ പുതിയതായിട്ട് ഉണ്ടാകുന്ന സെൽസ് പോകുന്നത് ഈ ഭാഗത്തേക്കാണ്. പുതിയതായിട്ട് ഉണ്ടാകുന്ന സെൽസ് എങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും. ഇതിന്റെ ടിപ്പിലാണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ ഇരുന്ന് ഡിവൈഡ് ചെയ്യും, ഈ സെൽസ് ഇങ്ങനെ ഇങ്ങോട്ട് മൂവ് ചെയ്യും. ഈ സെൽസ് ഇങ്ങോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റീജിയൻ ഓഫ് എലോങ്ങേഷൻ ആ ഒരു ഭാഗത്താണ് ഈ സെൽസിനൊക്കെ വാക്യൂളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. സെല്ലിന്റെ ഉള്ളിൽ വാക്യൂളൊക്കെ ഉണ്ടാവുമ്പോഴാണ് ഈ കുഞ്ഞ് സെല്ല്, അതായത് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി ഉള്ള സെൽസ് എങ്ങനെയാണ്, കുഞ്ഞ് സെൽസ് ആണ്. ആ കുഞ്ഞ് സെൽസ് എല്ലാം വലുതാവും വാക്യൂളും ഉണ്ട്. അതുകൊണ്ട് തന്നെ സെൽ എലോങ്ങേഷൻ സംഭവിക്കുന്ന ഈ റീജിയനിലാണ്, സെല്ല് വലുതാവുന്ന ഈ റീജിയനിലാണ്. എന്ന് പറഞ്ഞാൽ മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി കൊണ്ട് പുതിയതായിട്ടുണ്ടാകുന്ന സെല്ല് കൊണ്ട് റൂട്ടിൽ വളർച്ച ഉണ്ടാകുന്ന ഏത് റീജിയനിലാണ്, ഈ റീജിയനിലാണ്. അപ്പൊ ഈ റൂട്ട് എലോങ്ങേഷൻ ദാറ്റ് ഈസ് ഡ്യൂ ടു ദ റീജിയൻ ഓഫ് എലോങ്ങേഷൻ. ഈ റീജിയൻ ഓഫ് എലോങ്ങേഷൻ എന്ന് പറയുന്ന ആ ഒരു പോർഷനാണ് ഈ റൂട്ടിന് എലോങ്ങേഷൻ അല്ലെങ്കിൽ റൂട്ടിന്റെ നീളം കൂടാൻ കാരണം. ഓക്കെ, ഈ ഇതിന് നീളം കൂടാൻ കാരണം എങ്ങനെയാ, ഇവിടെ ഉണ്ടാകുന്ന സെൽസ് വലുതാവുന്നതുകൊണ്ടാണ്. സെല്ല് വലുതാകുന്ന എങ്ങനെയാ, സെല്ല് പതുക്കെ പതുക്കെ അതിന്റെ വാക്യൂൾസ് ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങും, സെല്ലിന്റെ വലുപ്പം കൂട്ടും. ഓക്കെ, സോ ഹിയർ ദ സെൽ പ്രോക്സിമൽ ടു ദിസ് റീജിയൻ അണ്ടർഗോ റാപ്പിഡ് എലോങ്ങേഷൻ ആൻഡ് എൻലാർജ്മെന്റ് ആൻഡ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ ഗ്രോത്ത് ഓഫ് ദ റൂട്ട് ഇൻ ലെങ്ത്. അതായത് റൂട്ടിന്റെ ലെങ്ത്തിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള റീജിയൻ ഓഫ് എലോങ്ങേഷൻ ആണ്. ഈ റീജിയൻ നമ്മൾ റീജിയൻ ഓഫ് എലോങ്ങേഷൻ എന്ന് പറയും. ഈ റീജിയൻ ഓഫ് എലോങ്ങേഷനിലിരിക്കുന്ന സെൽസ് that will gradually differentiate and mature. പതുക്കെ പതുക്കെ ഈ റീജിയനിലിരിക്കുന്ന സെല്ല് ഡിഫറൻഷിയേറ്റ് ചെയ്ത് മെച്ചുർ ആവുമ്പോഴത്തേക്കും that will be moved to this region. അതായത് ഇത് അപ്പോഴത്തേക്കും ഇങ്ങനെ വളർന്നു പോയിട്ടുണ്ടാവും. ഈ ഭാഗം ദ റീജിയൻ ഓഫ് മെച്ചുറേഷനിലേക്ക് തള്ളിപ്പോയിട്ടുണ്ടാവും. റീജിയൻ ഓഫ് മെച്ചുറേഷൻ എന്ന് പറയുന്ന റീജിയനിൽ നമുക്ക് ദ ഡിഫറൻഷിയേറ്റഡ് സെൽസ് ആണ് കാണാൻ കഴിയുക. ഓക്കെ, ഈ റീജിയനിൽ എത്തിക്കഴിയുമ്പോൾ ഇവിടെ ഡിഫറൻഷിയേറ്റഡ് സെൽസ് എന്ന് പറയുന്ന ഈ ഒരു റീജിയനിലേക്ക് എത്തുമ്പോഴത്തേക്കും ഓരോ സെല്ലും അതിന്റെ ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഡെവലപ്മെന്റ് ചെയ്തിട്ടുണ്ടാവും. അതായത്
നമ്മളിപ്പോൾ റൂട്ടിലൊക്കെ കാണുന്നതാണ് സൈലം, ഫ്ലോയോ ഒക്കെ. സൈലം ഒക്കെ എലോങ്ങേറ്റഡ് സ്ട്രക്ചറിൽ കാണാം, ഫ്ലോയോ എലോങ്ങേറ്റഡ് ട്യൂബ് പോലത്തെ സ്ട്രക്ചറിലൊക്കെ കാണാം. അപ്പോൾ അതേപോലത്തെ ഒരു സ്ട്രക്ചറൊക്കെ അറ്റൈൻ ചെയ്യുന്ന ഏത് റീജിയനിൽ എത്തുമ്പോഴാണ്? റീജിയൻ ഓഫ് മെച്ചുറേഷനിൽ എത്തുമ്പോഴാണ്. ഈ റീജിയനിൽ എത്തിക്കഴിയുമ്പോൾ ഇതിന്റെ ഏറ്റവും പുറത്തെ സെൽസ് ഉണ്ടല്ലോ, എപ്പിഡെർമൽ സെൽസ്, അതായത് പ്ലാന്റിന്റെ ഏറ്റവും പുറത്തെ സെൽസിന് നമ്മൾ എപ്പിഡെർമൽ സെൽസ് എന്നാ പറയാം. ആ എപ്പിഡെർമൽ സെൽസ് എലോങ്ങേറ്റ് ചെയ്ത് റൂട്ട് ഹെയർ ആയിട്ട് മാറും. എപ്പിഡെർമൽ സെൽസിന്റെ എലോങ്ങേഷൻ ആണ് റൂട്ട് ഹെയർ കേട്ടോ, അല്ലെങ്കിൽ എപ്പിബ്ലെമയുടെ എക്സ്റ്റൻഷൻ ആണ് അല്ലെങ്കിൽ എലോങ്ങേഷൻ ആണ് റൂട്ട് ഹെയർ. അതുകൊണ്ട് തന്നെ റൂട്ട് ഹെയർ എങ്ങനെയായിരിക്കും? യൂണിസെല്ലുലാർ ആയിരിക്കും. റൂട്ട് ഹെയർ ഇറ്റ് ഈസ് യൂണിസെല്ലുലാർ. ഒരൊറ്റ സെല്ല് എലോങ്ങേറ്റ് ചെയ്ത് ഹെയർ പോലെ കാണുന്നതിനെയാണ് നമ്മൾ റൂട്ട് ഹെയർ എന്ന് പറയുന്നത്. യൂണിസെല്ലുലാർ ആണ്. ദിസ് ഈസ് എക്സ്റ്റൻഷൻ ഓഫ് എപ്പിബ്ലമ. എപ്പിബ്ലമ എന്ന് പറയുന്നത് എന്താണ്? എപ്പിഡെർമൽ സെൽസ് ഓഫ് എപ്പിബ്ലമ. എപ്പിഡെർമൽ സെൽസ് ഓഫ് റൂട്ടിനെയാണ് എപ്പിബ്ലമ എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് ഈ ഹെയർ സെൽസ് ഉണ്ടാകുന്നത്, അതായത് റൂട്ട് ഹെയർ ഉണ്ടാകുന്നത് വളരെ ഫൈനും ഡെലിക്കേറ്റുമായിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിരിക്കും കേട്ടോ. ഈ റൂട്ട് ഹെയറിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ വാട്ടറിന്റെയും മിനറലിന്റെയും അബ്സോർപ്ഷന് വേണ്ടിയിട്ട് സർഫസ് ഏരിയ കൂട്ടുക എന്നുള്ളതാണ് ഇതിന്റെ ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ റീജിയൻസ് ഓഫ് ദ റൂട്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ദ റൂട്ട് ഈസ് കവേർഡ് അറ്റ് ദ അപ്പെക്സ് ബൈ എ തിമ്പിൾ ലൈക്ക് സ്ട്രക്ചർ കോൾഡ് ദ റൂട്ട് ക്യാപ്പ്. ഇറ്റ് പ്രൊട്ടക്ട് ദ ടെൻഡർ അപ്പെക്സ് ഓഫ് ദ root as it makes its way through the soil. A few millimeters above the root cap is the region of meristematic activity. The cells of this region are very small, thin-walled and with dense protoplasm. They divide repeatedly. The cells proximal to this region undergo rapid elongation and enlargement and are responsible for the growth of the root in length. This region is called the region of elongation. The cells of the elongation zone gradually differentiate and mature. Hence, this zone proximal to region of elongation is called the region of maturation. From this region, some of the epidermal cells form very fine and delicate thread-like structure called root hairs. These root hairs absorb water and minerals from the soil. ഇനി നമുക്ക് മോഡിഫിക്കേഷൻസ് ഓഫ് റൂട്ട് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ചില പ്ലാന്റ്സിൽ ഈ റൂട്ട് അതിന്റെ ഷേപ്പൊക്കെ ചേഞ്ച് ചെയ്ത്, ഷേപ്പും സ്ട്രക്ചറും ഒക്കെ ചേഞ്ച് ചെയ്ത് ഒരു മോഡിഫൈഡ് ഫോമിൽ ആങ്കറേജും അബ്സോർപ്ഷനും അല്ലാതെ ചില ഫങ്ഷൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് കണ്ടക്ഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസും അബ്സോർപ്ഷനും അതുപോലെ ആങ്കറേജും ഒന്നും അല്ലാതെ വേറെ ചില ഫങ്ഷൻസിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് അത് സപ്പോർട്ടിന് വേണ്ടിയിട്ട് മോഡിഫൈ ചെയ്യുന്നതാവാം, സ്റ്റോറേജ് ഓഫ് ഫുഡിന് വേണ്ടിയിട്ട് മോഡിഫൈ ചെയ്യുന്നതാവാം, റെസ്പിറേഷന് വേണ്ടിയിട്ട് മോഡിഫൈ ചെയ്യുന്നതാവാം. ഓക്കെ, അപ്പൊ ഇതിന് വേണ്ടിയിട്ടൊക്കെ ദ റൂട്ട് മോഡിഫൈ ചെയ്യുന്ന ഒരു ഫിനോമിനോൺ ഉണ്ട്. അതിനെയാണ് മോഡിഫിക്കേഷൻസ് ഓഫ് റൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഫിഗർ 5.4-ലും 5.5-ലും ഒക്കെ അതാണ് കാണുന്നത് കേട്ടോ. ഫിഗർ 5.4 എന്ന് പറയുന്നത് ഇതാണ്, ബനിയൻ ട്രീ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ബനിയൻ ട്രീയിലെ റൂട്ട് മോഡിഫൈ ചെയ്തേക്കുന്നത്, അതായത് ഇത് സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ്. ഇത് എന്താണ്, പ്ലാന്റിന്റെ ബ്രാഞ്ചസിൽ നിന്നാണ് ഇതിന്റെ റൂട്ട് റൈസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ടാപ്പ് റൂട്ട് ഓഫ് ക്യാരറ്റ്, ടർണിപ്പ് ആൻഡ് അഡ്വന്റേഷ്യസ് റൂട്ട് ഓഫ് സ്വീറ്റ് പൊട്ടറ്റോ ഗെറ്റ്സ് വെള്ളൻ ആൻഡ് സ്റ്റോർ ഫുഡ്. കണ്ടോ, ടാപ്പ് റൂട്ട് ഓഫ് ക്യാരറ്റ് ആൻഡ് ടർണിപ്പ്, അതായത് ക്യാരറ്റിന്റെ ടർണിപ്പിന്റെ മേജർ റൂട്ട് തന്നെ അത് ഫുഡ് സ്റ്റോറേജിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ അഡ്വന്റേഷ്യസ് റൂട്ട് ഓഫ് സ്വീറ്റ് പൊട്ടറ്റോ, സ്വീറ്റ് പൊട്ടറ്റോന്റെ അഡ്വന്റേഷ്യസ് റൂട്ട് എന്ന് പറയുന്നത് ബേസ് ഓഫ് ദ സ്റ്റെമ്മിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന റൂട്ടാണ്, റാഡിക്കൽ എലോങ്ങേറ്റ് ചെയ്തുണ്ടാവുന്നതല്ല. അതും ഫുഡ് സ്റ്റോറേജിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ക്യാരറ്റ് റൂട്ടും അതുപോലെ തന്നെ ക്യാരറ്റും സ്വീറ്റ് പൊട്ടറ്റോയും ഏത് തരത്തിലുള്ള പ്ലാന്റ്സ് ആണ്, അനലോഗസ് സ്ട്രക്ചർ ആണോ, ഏത് തരത്തിലുള്ള പ്ലാന്റ് സ്ട്രക്ചർ ആണ്, അനലോഗസ് സ്ട്രക്ചർ ആണോ ഹോമോലോഗസ് സ്ട്രക്ചർ ആണോ എന്ന് ചോദിച്ചാൽ ഇത് ഫംഗ്ഷൻ ഇവരുടെ ഒന്നാണെങ്കിലും സ്ട്രക്ചറും അതുപോലെ ഒറിജിനും ഇവരുടെ രണ്ടാണ്. അതുകൊണ്ട് തന്നെ അതൊരു അനലോഗസ് സ്ട്രക്ചർ ആണ് സ്വീറ്റ് പൊട്ടറ്റോയും ക്യാരറ്റും, അല്ലെങ്കിൽ സ്വീറ്റ് പൊട്ടറ്റോയും ടർണിപ്പും. പക്ഷെ ക്യാരറ്റും ടർണിപ്പും സ്ട്രക്ചറും ഒറിജിനും ഒന്നാണ്, ഫംഗ്ഷനും ഒന്നാണ്. അതുകൊണ്ട് തന്നെ അത് എന്താണ്, ഹോമോലോഗസ് സ്ട്രക്ചർ ആണെന്ന് പറയാം. അതായത് രണ്ട് സ്ട്രക്ചർ ഹോമോലോഗസ് ആണോ അനലോഗസ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഹോമോലോഗസ് എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ട്രക്ചറും അതുപോലെ തന്നെ അതിന്റെ ഒറിജിനും അതിന്റെ ഫംഗ്ഷനും സ്ട്രക്ചറും ഒറിജിനും ഒന്നായിരിക്കും, ഫംഗ്ഷൻ ഒന്നായിരിക്കാം അല്ലായിരിക്കാം. അതിനെയാണ് ഹോമോലോഗസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി അനലോഗസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ട്രക്ചറും ഒറിജിനും ഡിഫറെന്റ് ആയിരിക്കും, പക്ഷെ അത് മോഡിഫൈ ചെയ്തേക്കുന്ന ഒരു ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അതിനെയാണ് അനലോഗസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് കേട്ടോ.
അപ്പൊ ടാപ്പ് റൂട്ട് ഓഫ് ക്യാരറ്റ്, ടെർണിപ്പ് ഇത് രണ്ടും സ്റ്റോറേജിന് വേണ്ടിയിട്ടാണ്, രണ്ടും ഒറിജിനേറ്റ് ചെയ്യുന്നത് റാഡിക്കലിൽ നിന്നാണ്, രണ്ടിന്റെ ഒരേ സ്ട്രക്ചർ തന്നെയാണ്. സോ ദിസ് ഈസ് എ ഹോമോലോഗസ് സ്ട്രക്ചർ. അഡ്വന്റേഷ്യസ് റൂട്ട് ഓഫ് സ്വീറ്റ് പൊട്ടറ്റോ, സ്വീറ്റ് പൊട്ടറ്റോന്റെ അഡ്വന്റേഷ്യസ് റൂട്ട് എന്ന് പറഞ്ഞാൽ അത് ഒറിജിനേറ്റ് ചെയ്യുന്നത് റാഡിക്കലിൽ നിന്നല്ല, അതിന്റെ സ്റ്റെമ്മിന്റെ ബേസിൽ നിന്നാണ്. അതേപോലെ തന്നെ ഇതിന്റെ സ്റ്റോറേജ് എന്ന് പറയുന്നത് സെയിം ഫംഗ്ഷൻ തന്നെയാണ്, ബട്ട് സ്റ്റിൽ ഇറ്റ് സ്ട്രക്ചർ ഈസ് ഡിഫറെന്റ് ആൻഡ് ഇറ്റ്സ് origin is different. So sweet potato and carrot or sweet potato and turnip, it will be analogous structure. Okay, ഈ ഹോമോലോഗസും അനലോഗസും ഇനിയും പഠിക്കും. അപ്പൊ ഞാൻ ഒന്നും കൂടെ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അതേപോലത്തെ കുറെ എക്സാമ്പിൾസും കൂടെ നമ്മൾ നോക്കിയാൽ കിട്ടും. ലൈക്ക് ദ ഹാങ്ങിങ് സ്ട്രക്ചേഴ്സ് ദാറ്റ് സപ്പോർട്ട് ബനിയൻ ട്രീ, ബനിയൻ ട്രീനെ സപ്പോർട്ട് ചെയ്യുന്ന ഈ ഹാങ്ങിങ് സ്ട്രക്ചർ, ഇതൊരു അഡ്വന്റേഷ്യസ് റൂട്ടാണ്. ഇതിനെ നമ്മൾ പ്രോപ്പ് റൂട്ട് എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതേപോലെ തന്നെ സിമിലർലി ദ സ്റ്റെം ഓഫ് മെയ്സ്, മെയ്സിന്റെ സ്റ്റെം ആൻഡ് ഷുഗർ കെയിൻ, ഇതും അഡ്വാൻസ്ഡ് സപ്പോർട്ട് കൊടുക്കുക അല്ലെങ്കിൽ കുറച്ചും കൂടെ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്ലാന്റ്സിൽ കാണുന്നത്. അതായത് ഇപ്പൊ ഈ മെയ്സോ അല്ലെങ്കിൽ ഷുഗർ കെയിനോ ഒക്കെ മറിഞ്ഞു പോവുകയാണെങ്കിൽ ആ വീണ് പോകുന്ന അവിടെ നിന്ന് അത് വീണ്ടും ഇങ്ങനെ എന്താ പറയാ അടിഞ്ഞങ്ങ് വീണ് കിടക്കാതെ അത് വീണ്ടും പതുക്കെ പതുക്കെ ലിഫ്റ്റ് ചെയ്ത് അതിന് അവിടെ അങ്ങനെ ആ ഒരു രീതിയിൽ വളരാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന അഡ്വന്റേഷ്യസ് റൂട്ട് റൂട്ടിന്റെ മോഡിഫിക്കേഷൻ അവർക്കുള്ളത്. അത് അവരുടെ നോഡൽ റീജിയനിൽ നിന്ന് ആണ് റൈസ് ചെയ്യുന്നത്. മെയ്സിന്റെ ഷുഗർ കെയിന്റെ ഒക്കെ റൂട്ട് റൈസ് ചെയ്യുന്ന ലോവർ നോഡ്സിൽ നിന്നാണ് കേട്ടോ, ലോവർ നോഡൽ റീജിയനിൽ നിന്നാണ്. അതിന് നമ്മൾ പറയുന്ന പേരാണ് സ്റ്റിൽറ്റ് റൂട്ട്. മെയ്സിലും ഷുഗർ കെയിനിലും ഒക്കെ അവരുടെ ലോവർ നോഡിൽ നിന്ന് ഏറ്റവും അടിഭാഗത്തുള്ള നോഡ്സിൽ നിന്ന് റൈസ് ചെയ്യുന്ന റൂട്ടിനാണ് നമ്മൾ സ്റ്റിൽറ്റ് റൂട്ട് എന്ന് പറയുന്നത്. ചില പ്ലാന്റ്സ് സച്ച് ആസ് റൈസോഫോറ, മാർഷി ഏരിയയിൽ ചെളി നിറഞ്ഞു നിൽക്കുന്ന ചെളി നിറഞ്ഞു കിടക്കുന്ന ഏരിയയിൽ വളരുന്നതാണ്, അല്ലെങ്കിൽ സ്വാമ്പി ഏരിയയിൽ വളരുന്നതാണ് റൈസോഫോറ എന്ന് പറയുന്ന പ്ലാന്റ്. അതിന്റെ റൂട്ട് എങ്ങനെയാന്ന് വെച്ചാൽ ഇത് ഗ്രൗണ്ടിൽ നിന്ന് പതുക്കെ പൊങ്ങി പൊങ്ങി ഇതാ ഇതേപോലെ ഇങ്ങനെ വളരും ഇതിന്റെ റൂട്ട്. അതെന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ ചെളിയുടെ ഉള്ളിലേക്ക് എന്ത് കയറില്ല, ഓക്സിജൻ കയറില്ല. റൂട്ടിൽ എപ്പോഴും ഓക്സിജൻ വേണം, ബിക്കോസ് റൂട്ട് ഇറ്റ് വിൽ അണ്ടർഗോ റെസ്പിറേഷൻ. റൂട്ട് സെല്ലിൽ റെസ്പിറേഷൻ നടക്കുന്നുണ്ട്, കാരണം റൂട്ടിൽ എപ്പോഴും ഒരുപാട് എനർജി വേണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ വാട്ടറിനെയും മിനറൽസിനെയും ഒക്കെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് എനർജി വേണം. അപ്പൊ എനർജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എയറോബിക് റെസ്പിറേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഓക്സിജൻ അവർക്ക് കമ്പൽസറിയാണ്. അപ്പോൾ ഓക്സിജൻ കിട്ടണമെങ്കിൽ ഈ വേര് മേലേക്ക് വളർന്നു വന്നാലേ കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ ഞാറ് നട്ട പോലെ ഇങ്ങനെ വേരുകൾ ഇങ്ങനെ പൊന്തി പൊന്തി നിൽക്കണ്ടാവും റൈസോഫോറയുടെ കേസിൽ. ഓക്കെ, ആ തരത്തിലുള്ള വേരിന് നമ്മൾ ന്യൂമാറ്റോഫോഴ്സ് എന്നാണ് പറയാ. അതായത് റെസ്പിറേറ്ററി റൂട്ട് അല്ലെങ്കിൽ ന്യൂമാറ്റോഫോഴ്സ് എന്നാണ് പറയുന്നത്. അത് ഓക്സിജൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു മോഡിഫിക്കേഷൻ ആണ് കേട്ടോ. ഇനി നമ്മൾ ഇതിന്റെ ഡയഗ്രാം ഞാനൊന്ന് കാണിച്ചു തരാം. ദെൻ ആഫ്റ്റർ ദാറ്റ് വി വിൽ റീഡ് ഇറ്റ്. സീ ഹിയർ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അസ്പരാഗസിന്റെ റൂട്ട് അഡ്വന്റേഷ്യസ് റൂട്ടാണ് കേട്ടോ. അസ്പരാഗസിന്റെ റൂട്ട് അഡ്വന്റേഷ്യസ് റൂട്ടാണ്. അത് ന്യൂട്രിയൻസിന്റെ സ്റ്റോറേജിന് വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ ടെർണിപ്പിന്റെയും ക്യാരറ്റിന്റെയും റൂട്ട് അത് ടാപ്പ് റൂട്ടാണ്. രണ്ടും എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഫുഡ് സ്റ്റോറേജിന് വേണ്ടിയിട്ടുള്ളതാണ്. സ്വീറ്റ് പൊട്ടറ്റോ അഡ്വന്റേഷ്യസ് റൂട്ടിന്റെ മോഡിഫിക്കേഷൻ ആണ്, അതും ഫുഡ് സ്റ്റോറേജിന് വേണ്ടിയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ഈ ന്യൂമാറ്റോഫോഴ്സ് അല്ലെങ്കിൽ റൈസോഫോറ, മാർഷി ഏരിയയിൽ വളരുന്ന അവരുടെ റൂട്ട് എന്ന് പറയുന്ന ന്യൂമാറ്റോഫോഴ്സ് ഉള്ള ഇത് ന്യൂമാറ്റോഫോർ ആണ് കേട്ടോ. റൈസോഫോറ ടൈപ്പ് പ്ലാന്റ്സ്, മാർഷി ഏരിയയിൽ വളരുന്ന റൈസോഫോറ ടൈപ്പ് പ്ലാന്റിൽ കാണുന്നതാണ് ഈ ന്യൂമാറ്റോഫോർ എന്ന് പറയുന്ന ഈ റൂട്ട്. ഈ ന്യൂമാറ്റോഫോറിൽ ന്യൂമാത്തോഡ് എന്ന് പറയുന്ന ചെറിയ ചെറിയ ഓപ്പണിംഗ് ഉണ്ട്. ആ പോറ് വഴിയാണ് അല്ലെങ്കിൽ ആ ഓപ്പണിംഗ് വഴിയാണ് ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുന്നത് കേട്ടോ. ന്യൂമാറ്റോഫോഴ്സിൽ കാണുന്ന ചെറിയ ചെറിയ ഓപ്പണിംഗ് വഴിയാണ് എന്തെടുക്കുന്ന ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുന്നത്. അതേപോലെ തന്നെ ഈ മാർഷി ഏരിയയിൽ വളരുന്ന പ്ലാന്റ്സിന് ഒരു പ്രത്യേകത ഉണ്ട്. അവര് വിവി പാരസ് എന്ന് അറിയപ്പെടുന്നത്, അതായത് കുഞ്ഞുങ്ങളെ ഡെലിവറി ചെയ്യുന്ന പ്ലാന്റ്, അങ്ങനെ അറിയപ്പെടുന്നത്. അതിന് കാരണം എന്താണെന്നറിയോ? ഈ റൈസോഫോറ പോലത്തെ പ്ലാന്റ് നിൽക്കുന്ന ചെളി നിറഞ്ഞ ഏരിയയിലാണ്. ചെളി നിറഞ്ഞ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വാട്ടർ ലോഗിങ് ആയിരിക്കും. അതായത് കംപ്ലീറ്റ് വാട്ടർ, അതിന്റെ സാച്ചുറേഷൻ കപ്പാസിറ്റി, സോയിലിന്റെ വാട്ടറിനെ കൊണ്ടുള്ള സാച്ചുറേഷൻ കപ്പാസിറ്റിയും കഴിഞ്ഞ് പിന്നെ വെള്ളം നിറയുമ്പോൾ പിന്നെ ആ സോയിലിന്റെ ഇടയിലേക്ക് ഓക്സിജൻ കടന്നു ചെല്ലാനുള്ള ഗ്യാപ്പ് ഉണ്ടാവില്ല. അങ്ങനെ ഒരു കണ്ടീഷനിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഓക്സിജൻ പെനട്രേഷൻ പോസിബിൾ ആവില്ല കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ ഒരു മാർഷി ഏരിയയിലേക്ക് ഈ പ്ലാന്റിന്റെ റൂട്ട് വന്ന് വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ റൂട്ട് ആ ഒരു പ്ലാന്റിന്റെ സീഡ് വന്ന് ഈ പ്ലാന്റിന്റെ ഒരു സീഡ് വന്ന് വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പ്ലാന്റ് ജെർമിനേഷൻ നടക്കണമെങ്കിൽ അതിന് റൂട്ടും സ്റ്റെമ്മും ഒക്കെ ഉണ്ടാവണം. ആ റൂട്ടും സ്റ്റെമ്മും ഒക്കെ ഉണ്ടാവണമെങ്കിൽ അവർക്ക് എനർജി വേണം. എനർജി വേണമെങ്കിൽ അതിന്റെ ഉള്ളിലുള്ള ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ഡൈജസ്റ്റ് ചെയ്ത് അത് റെസ്പിറേഷൻ നടന്നതിന് ശേഷം മാത്രമാണ് അവർക്ക് എനർജി ഉണ്ടാവുള്ളൂ. അവിടെ അങ്ങനെ റെസ്പിറേഷൻ നടക്കണമെങ്കിൽ ഓക്സിജൻ വേണം. അപ്പോൾ ഓക്സിജന്റെ റിക്വയർമെന്റ്
ഓക്സിജന്റെ അവിടെ ആവശ്യമാണ്. അപ്പൊ ഈ സീഡ് താഴത്തേക്ക് നേരെ ചെളിയുടെ ഉള്ളിലേക്ക് മുങ്ങിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ സീഡിന് ഓക്സിജൻ കിട്ടുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഈ സീഡ് പ്ലാന്റിൽ നിന്ന് വീഴുന്നതിന് മുമ്പ് തന്നെ ആ സീഡിന്റെ ഉള്ളിൽ റൂട്ടൊക്കെ ഡെവലപ്പ് ചെയ്തതിന് ശേഷമായിരിക്കും താഴത്തേക്ക് വീഴുന്നത്. അപ്പൊ എന്താവെന്ന് വെച്ചാൽ ഈ സീഡ് താഴത്തേക്ക് പോയാലും അതിന്റെ റൂട്ട് നേരെ മേലെ പൊന്തി നിൽക്കുന്നുണ്ടാവും. ആ റൂട്ട് ഓക്സിജൻ എടുക്കുകയും സീഡിന്റെ ഉള്ളിൽ റെസ്പിറേഷൻ നടന്ന് ആ സീഡിന്റെ ജെർമിനേഷന് വേണ്ടിയിട്ടുള്ള ATP ഉണ്ടാക്കുകയും ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് ആ പ്ലാന്റിന് വിവിപാരസ് ടൈപ്പ് ഓഫ് പ്ലാന്റ് എന്ന് പറയാനുള്ള കാരണം കേട്ടോ. ഓർത്തിരുന്നോളൂ, അത് വിവിപാരസ് പ്ലാന്റ് എന്ന് പറയുന്നത് ഈ റൈസോഫോറ പോലത്തെ മാർഷി ഏരിയയിൽ കാണുന്ന പ്ലാന്റ്സിനെയാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. മോഡിഫിക്കേഷൻസ് ഓഫ് റൂട്ട്. റൂട്ട് ഇൻ സം പ്ലാന്റ്സ് ചേഞ്ച് their shape and structure and become modified to perform functions other than absorption and conduction of water and minerals. They are modified for support, storage of food and respiration. Tap roots of carrot, turnip and adventitious roots of sweet potato get swollen and store food. Can you give some more such examples? Have you ever wondered what those hanging structures that support a banyan tree are? These are called prop roots. Similarly, the stems of maize and sugarcane have supporting roots coming out of the lower nodes of the stem. These are called stilt root. In some plants such as Rhizophora growing in swampy areas, many roots come out of the ground and grow vertically upward. Such roots called pneumatophores help to get oxygen for respiration. Okay, അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ഈ സെഷനിൽ ഇത്രയും പഠിച്ചാൽ മതി. ഇനി നെക്സ്റ്റ് സെഷനിൽ നമുക്ക് സ്റ്റെം പഠിക്കാം കേട്ടോ.